ആദ്യമായി ആൾത്താരെ നിൽക്കുവാൻ കൃപയൊരുക്കി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിജി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഹൈദരാബാദും ഡൽഹിയിലും ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം 10 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. വീട്ടു സാഹചര്യങ്ങൾ കാരണം അതിന് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. ഞാൻ ഗൾഫ് രാജ്യങ്ങളിലാണ് നോക്കിയിരുന്നത്. ആ 2022 ഒക്ടോബർ മാസം ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ആ മാസം തന്നെ എനിക്ക് ഇറ്റാലിയൻ ഒരു കോഴ്സിന് ചേരുവാൻ അവസരം ലഭിക്കുകയും ആ കോഴ്സിനകത്ത് ഇറ്റാലിയൻ പഠിപ്പിച്ച് നമുക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആ കോഴ്സ് പഠിക്കാൻ ചേർന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേപ്പർ വർക്കുകൾ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി പേപ്പർ വർക്കുകളുണ്ടായിരുന്നു. പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ വന്നേ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, കുമ്പസാരിക്കുമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി. എൻ്റെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് HRD ചെയ്യണമായിരുന്നു. ഞാൻ കർണാടകയിലാണ് പഠിച്ചത്. കർണാടകയിൽ പഠിച്ചതിൻ്റെ ഫലമായി 1 വർഷമെങ്കിലും പിടിക്കും അത് HRD ചെയ്ത് കിട്ടാൻ. പക്ഷേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതെനിക്ക് 5 മാസത്തിനുള്ളിൽ ആ HRD ചെയ്ത് കിട്ടി എൻ്റെ സർട്ടിഫിക്കറ്റ്. അതിനുശേഷം ഓരോ പേപ്പർ വർക്ക് നടക്കുമ്പോഴും ഓരോരോ തടസ്സങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അതെല്ലാ തടസ്സങ്ങളും എനിക്ക് മാറിക്കിട്ടി. അതിനുശേഷം ഇറ്റാലിയൻ്റെ പ്രോസസ്സിങ് എല്ലാം നടന്ന് ഇറ്റാലിയൻ വിസയ്ക്ക് സബ്മിഷൻ ചെയ്യേണ്ട സമയമായി. നമ്മൾ ഇറ്റാലിയൻ വിസയ്ക്ക് സബ്മിഷൻ ചെയ്യണമെങ്കിൽ അതിനാദ്യമായി നമ്മൾ ഇറ്റാലിയൻ കോൺസുലിലേക്ക് മെയിൽ അയക്കണം. ആ മെയിലിന് അവർ സബ്മിഷൻ തന്നാൽ മാത്രമേ, ഓക്കെ റിപ്ലൈ തന്നാൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് വേണ്ടി സബ്മിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ആ മെയിൽ അയക്കുമ്പോൾ അവരെപ്പം ആ മെയിൽ കാണും, ഇറ്റാലിയൻ കോൺസുലേറ്റ് ആ മെയിൽ കാണും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെപ്പോൾ കാണുന്നോ അപ്പോൾ മാത്രം നമുക്ക് റിപ്ലൈ തരും. അങ്ങനെ മാത്രമേ നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ വന്നിരുന്ന 10 ജപമാല ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. ഇവിടെ വന്നിരുന്ന് ഞാൻ 10 ജപമാല ചൊല്ലി കരഞ്ഞ് അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ ബുധനാഴ്ച ദിവസമാണ് ഉടമ്പടി ഉപവാസം എടുക്കുന്നത്. ആ ബുധനാഴ്ച ദിവസം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മെയിൽ തന്നു, ഓക്കെ സബ്മിഷൻ ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ കൂടെയുള്ള മറ്റ് കാൻഡിഡേറ്റ് എല്ലാം ഒത്തിരി ദിവസങ്ങൾ, അതായത് 10ഉം 20ഉം ദിവസങ്ങളോളം, 1 മാസത്തോളം മെയിൽ അയച്ചിട്ടും അവർക്ക് റിപ്ലൈ വന്നില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ മാതാവ് 11 ദിവസം കൊണ്ട് എനിക്ക് റിപ്ലൈ തന്നിട്ട് എനിക്ക് മെയിൽ അയച്ചോളാൻ എന്നുള്ളൊരു റിപ്ലൈ വന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് സബ്മിഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പത്തനംതിട്ടയിലാണെങ്കിൽ തന്നെയും എല്ലാ മാസവും കഴിവതും വരാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ വിസയ്ക്ക് സബ്മിഷൻ ചെയ്തു. വിസയ്ക്ക് സബ്മിഷൻ ചെയ്താൽ സാധാരണ ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 5 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ അടിച്ചു കിട്ടി. അതും ബുധനാഴ്ച ദിവസമാണ് എനിക്ക് അടിച്ചു കിട്ടിയത്. അങ്ങനെ ഒത്തിരി കൃപകൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. നേരത്തെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വല്ലപ്പോഴും ആഴ്ചയിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ, അതിന് കുർബാന കൂടാറുള്ളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും, ഒരാഴ്ചയിലെ പോലും കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ആഴ്ചയിലും കുർബാന ഞാൻ കാണുകയും അതുപോലെ തന്നെ കുമ്പസാരിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. നേരത്തെ ആണെങ്കിൽ കുറച്ച് മാത്രമേ ബൈബിൾ വായിച്ചിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂർ കൃത്യമായിട്ട് ഞാൻ ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ വചനങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഞാൻ ഉടമ്പടി ധ്യാനം കാണും. അച്ഛൻ്റെ ടോക്ക് കേൾക്കും, അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളായി വീടിനടുത്ത് ഒരു ഓൾഡേജ് ഹോമുണ്ട്. അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചെന്ന പേരിൽ എണ്ണ തൂത്തതിൻ്റെ ഇതിൽ എനിക്ക് തലവേദന മാറിക്കിട്ടി. എൻ്റെ മകൻ വയറുവേദന വരുമ്പോൾ അവന് എപ്പോഴും അമ്മ മാതാവിൻ്റെ തേൻ കുടിക്കുമായിരുന്നു. അവൻ ആ തേൻ കുടിച്ചു കഴിയുമ്പോൾ അവൻ്റെ വയറുവേദന മാറുമെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അവൻ എപ്പോൾ വയറുവേദന വന്നാലും അവന് ആ തേൻ എടുത്ത് കുടിക്കും. അവന് 6 വയസ്സേ ഉള്ളൂ. ആ തേൻ കുടിക്കുമ്പോൾ അവൻ്റെ വയറുവേദന മാറുമെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. ഇത്രയും കൃപകൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.